ഹരിവടപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. വളരെ പ്രശസ്തമായ കൊട്ടിയൂർ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഈ കൊട്ടിയൂരിന്റെ ഒരു പ്രാധാന്യം എന്താണ് ഹരി കാണുന്നത്? കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് പഠിക്കാൻ തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് കാണാം, തിരുവനന്തപുരം ഭാഗത്തു നിന്ന്, തിരുവനന്തപുരത്തിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് നമ്മൾ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ വടക്കോട്ട് നമ്മൾ പോകും തോറും ക്ഷേത്രങ്ങളുടെ രീതികളും ക്ഷേത്രങ്ങളിലെ ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ചിട്ടകളൊക്കെ വളരെയധികം ഇങ്ങനെ മാറി 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 വരുന്നത് കാണാം. വടക്കോട്ട് പോകും തോറും അത് കുറച്ചുകൂടെ വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ കഥകളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഒരു പക്ഷേ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കൊട്ടിയൂർ ഒരു മഹാക്ഷേത്രം തന്നെയാണ്. കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട് അവിടെയുള്ളത്. അവിടെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വർഷത്തിൽ എല്ലാ ദിവസവും തുറക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. അത് ഒരുപക്ഷെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആസ്തി ഉണ്ടായിരുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാന ക്ഷേത്രമായിട്ടാണ് കൊട്ടിയൂർ ക്ഷേത്രത്തെ തന്നെ പറയുക. അവിടെ തന്നെ അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന ക്ഷേത്രം അത് വർഷത്തിൽ വൈശാഖ മാസത്തിൽ 27 ദിവസം മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നമ്മൾ ഈ വൈശാഖ മാസത്തിൽ ചെല്ലുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ളത് ഒരുപക്ഷെ നമുക്കൊരു വല്ലാത്ത അനുഭൂതി തരും എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ ക്ഷേത്രത്തിൽ വളരെ ടെമ്പററി ആയിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമേ അവിടെ ദർശനത്തിനോ ബാക്കിയുള്ള സൗകര്യങ്ങളോ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു നിർമ്മിതികളൊന്നും ചെയ്യാതെ ഓലമേഞ്ഞ ക്ഷേത്രത്തിൻ്റെ തടപ്പള്ളി പോലെയുള്ള ഭാഗങ്ങളും അല്ലെങ്കിൽ ഭക്തർക്ക് നിൽക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഓലമേഞ്ഞ ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു വലിയ ഒരു പുഴയുടെ ഉള്ളിൽ തന്നെ ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ട് ആ ജലത്തിൽ കൂടെ തന്നെ നമ്മൾ പ്രദക്ഷിണം വെച്ച് ഒരു തറയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശ്വരനെ പോയി ദർശിച്ച് നമുക്കൊരു കിട്ടുന്ന ഒരു സായുജ്യം എന്നുള്ളത് വളരെ വലുതാണ്. ഈ ക്ഷേത്രത്തിലെ കഥകൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളൊക്കെ വളരെ വലുതാണ്. ഈ ഐതിഹ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദക്ഷയാഗത സമയത്ത് സതീദേവി ത്യാഗം ചെയ്ത സ്ഥലമാണെന്നൊക്കെയാണ് പറയുക. അതിന് അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ധാരാളം കഥകളും ഉപകഥകളും ഒക്കെ ധാരാളം വേറെയുണ്ട്. ഈ കഥകൾ ഒക്കെ ഒരു ഭാഗത്ത് നമ്മൾ മാറ്റിവെച്ചാൽ പോലും അവിടെയുള്ള ചിട്ടകൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഉത്സവത്തുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുമുള്ള പല കുടുംബങ്ങളായിട്ടുള്ള ദേശങ്ങളായിക്കോട്ടെ, ഈ ദേശങ്ങളെല്ലാം ഈ ഉത്സവത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി എത്ര കാലം മുമ്പ് ഒരു ചിട്ടയുണ്ടാക്കി വ്യവസ്ഥയുണ്ടാക്കി വെച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആവശ്യമുള്ള ഓരോ സാമഗ്രികളും ഇതിലെത്തിക്കുന്നതിന് ചുമതലപ്പെട്ട ഓരോ കുടുംബങ്ങളൊക്കെയാണ് ആ പ്രദേശത്തുള്ളത്. കാരണം ഇതൊക്കെ ഒരുപക്ഷെ ആ കാലത്ത് അന്ന് ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ സമർപ്പിച്ചിട്ടുള്ള കുടുംബങ്ങൾക്ക് ഇന്നൊരു അവകാശമായി വന്നതായിരിക്കാം. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് വലിയ ചിന്തയിലായിരിക്കാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ശരിക്കും നമ്മൾ കഥകൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഭാഗമാകുമ്പോഴോ ഒക്കെ നമുക്ക് ഒരു വലിയധികം നിർവൃതി തരുന്ന ഒരു ഘടകമായിരിക്കും എന്ന് പറയാതെ വയ്യ. എത്രയായാലും ഈ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ കൊട്ടിയൂർ പോവേണ്ടതാണ്. അവിടെ അതിൻ്റെ ഒരു ഭാഗമാവേണ്ടതാണ്. ഒരുപക്ഷെ മറ്റു ക്ഷേത്രങ്ങൾ, കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണ ലഭിക്കുന്ന ഒരു അനുഭൂതി ആവില്ല നമുക്ക് കൊട്ടിയൂരെ ഈ ഒരു ഉത്സവ സമയത്ത്, വൈശാഖ ഉത്സവ സമയത്ത് നമുക്ക് ലഭിക്കുക എന്നത് പറയാതെ വയ്യ. കൊട്ടിയൂർ ക്ഷേത്രം ദർശിച്ചിട്ടില്ലാത്തവർക്ക് അതിനൊരു പ്രേരണ നൽകാൻ ഈ വീഡിയോയ്ക്ക് സാധിക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.